പറഞ്ഞു എത്രാമത്തെ പൊങ്കാലയാണ്? സ്ഥിരമായിട്ട് വരാറുണ്ടോ? ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇത് 6ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ കേട്ടിട്ടേ ഉള്ളൂ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. പക്ഷേ ഇവിടെ വന്ന് ഇതുപോലെ ഒരു ദേവിക്കൊരു പ്രസാദം നേദിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോരുന്നുണ്ടോയെന്ന് ഞങ്ങളുടെ ഡിവിഷൻ എഞ്ചിനീയർ ഷിനിമാടൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അത്ഭുതമായിരുന്നു. ഞാൻ ഇത്രയും മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, എനിക്ക് വരാനായിട്ടുള്ള ഭാഗ്യം അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ വരാൻ പറ്റുന്നു. പക്ഷേ എങ്ങനെ അത്ഭുതം, എന്തൊരു അത്ഭുതമാണെന്ന് അറിയില്ല. ഇവിടെ ഷിനിമാടത്തിൻ്റെ ചേച്ചിയുടെ വീടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പൊങ്കാല ഇടാനായിട്ടുള്ള സൗകര്യം ചേച്ചിയും കുടുംബവും ഭംഗിയായിട്ട് സാധിച്ചു തന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ പൊങ്കാലക്കലങ്ങളെല്ലാം താഴെ ഞങ്ങൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാലും എത്ര ദുഃഖത്തോടു കൂടി അമ്മയെന്ന് വിളിച്ചാലും അത് നടത്തി തരുന്ന ഒരു ദേവിയാണ്. അപ്പോൾ ഇനിയും ഞങ്ങളുടെ എത്ര കാലം വരാൻ പറ്റുമോ അത്രയും കാലം വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ ഇന്ന് ഞങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ തെരളി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൊങ്കാല ശർക്കര പായസം നേദിച്ചു, പിന്നെ പാൽപ്പായസം നേദിച്ചു. പിന്നെ ഇങ്ങനെ എല്ലാ വർഷവും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വരാൻ പറ്റണമെന്ന് മാത്രമാണ് പ്രാർത്ഥനയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം പറയാം. സന്ധ്യ മോളൊക്കെ സഹായിച്ചത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ മാഡം 101 കലം പൊങ്കാലയായിരുന്നു വഴിപാടായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 101 കലം പൊങ്കാല ഇടാനായിട്ടും ഞങ്ങളെ സഹായിച്ച 2 പേരാണ് ഈ നിൽക്കുന്ന 2 കുട്ടികൾ. ഇത് ശങ്കരൻ, ഇത് ഗൗരിക്കുട്ടി. ഇവരുള്ളതുകൊണ്ട് ഞങ്ങൾ അത്രയും കലം പൊങ്കാല കലത്തിലിത് ഉണ്ടാക്കി നേദിച്ച് താഴെ ഇറക്കി വെച്ചു എന്നുള്ളത് അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. പിന്നെ ഭയങ്കര സഹായികളാണ്. ഞങ്ങൾ പൊങ്കാല ഇടുന്ന സമയത്ത് ഇത്രയും ചൂടത്തും തീയിലും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇവരാണ് ഞങ്ങൾക്ക് നാരങ്ങ വെള്ളവും മോരും വെള്ളം എല്ലാം ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി തന്നെ അത് നല്ല കറക്റ്റ് പാകത്തിലാക്കി തരുന്നുണ്ട്.